Welcome back to Biju's Grammar Hub. Today I am discussing form class and function class words, Module 1, English Grammar and Usage, Core Paper 4, 3rd semester BA English Language and Literature. Now let's study form class and function class words. Words are classified generally into two different kinds or classes according to their use and the work they do in a sentence. വാക്കുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഫോം ക്ലാസ് വേർഡ്സ് ഓർ ദ കോണ്ടന്റ് വേർഡ്സ്. രണ്ട് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ഓർ ദ സ്ട്രക്ചർ വേർഡ്സ്. ഇനി നമുക്ക് ഇവ രണ്ടും കുറച്ചുകൂടി വിശദമായി പഠിക്കാം. The form class words or the content words are words with greater semantic content. They are also called open class words because more and more new words can be added to this category of words. ഈ ഒന്നാമത്തെ വിഭാഗത്തെ, അതായത് ഫോം ക്ലാസ് വേർഡ്സ് ഓർ ദ കോണ്ടന്റ് വേർഡ്സ്, ഇവയെ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്നും വിളിക്കുന്നു. കാരണം ധാരാളമായി പുതിയ പുതിയ വാക്കുകളെ ഈ കാറ്റഗറിയിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്നും വിളിക്കുന്നത്. ഓക്കെ, വേർഡ്സ് ആർ റെഗുലർലി ബീങ് ആഡഡ് ടു ദ ലിസ്റ്റ് ഓഫ് കോണ്ടന്റ് വേർഡ്സ് ത്രൂ പ്രോസസ്സസ് സച്ച് ആസ് കോമ്പൗണ്ടിങ്, ഡെറിവേഷൻ, കോയിനിങ് ആൻഡ് ബോറോയിങ്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിങ്, ഡെറിവേഷൻ, കോയിനിങ്, ബോറോയിങ് ഇത്തരം പ്രോസസ്സുകളിലൂടെയാണ് പുതിയ പുതിയ വാക്കുകളെ നമ്മൾ ഫോം ക്ലാസ് വേർഡ്സ് അഥവാ കോണ്ടന്റ് വേർഡ്സ് എന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ, സാധാരണയായി നൗൺസ്, വേർബ്സ്, ആഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ബിലോങ് ടു ദിസ് കാറ്റഗറി. ഓക്കെ, നൗൺസ്, ഓക്കെ, വേർബ്സ്, ആഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ് ഇവയെല്ലാം ഒന്നാമത്തെ ക്ലാസ്സായ ഫോം ക്ലാസ് വേർഡ്സ് ഓർ ദ കോണ്ടന്റ് വേർഡ്സ് ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. അടുത്തത് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ്. ഓക്കെ, ഫങ്ഷൻ വേർഡ്സ് എന്താന്ന് നോക്കാം. ഫങ്ഷൻ വേർഡ്സ് ആർ ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ആസ് ദ എക്സിസ്റ്റ് ടു എക്സ്പ്ലെയിൻ ഓർ ക്രിയേറ്റ് ഗ്രാമാറ്റിക്കൽ ഓർ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ഇൻ ടു വിച്ച് ദ കണ്ടന്റ് വേർഡ്സ് മേ ഫിറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ ക്ലാസ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ഓർ ദ സ്ട്രക്ചർ വേർഡ്സ്. ഓക്കെ, ഇവയ്ക്ക് ഈ ഗ്രൂപ്പിന്, ഈ കാറ്റഗറിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താകുന്നു? ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ്. ഓക്കെ, ആൻഡ് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് നോക്കാം. ഓക്കെ, ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ഓർ ഫങ്ഷൻ വേർഡ്സ്, ദേ ആർ യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ grammatical or structural relationships into which the content words may fit it. ഓക്കെ, അപ്പോൾ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഉപയോഗങ്ങളാണ് ഫങ്ഷൻ ക്ലാസ് വേർഡ്സിന് ഉള്ളത്. ഓക്കെ, ദേ ആർ ലിമിറ്റഡ് ഓർ ഫ്യൂവർ ഇൻ നമ്പർ വെൻ കമ്പയർഡ് ടു ദ കോണ്ടന്റ് വേർഡ്സ്. കോണ്ടന്റ് വേർഡ്സിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് മാത്രമേ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് അഥവാ ക്ലോസ്ഡ് വേർഡ്സ്, ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ് ഉള്ളൂ. ഓക്കെ, എണ്ണത്തിലവ കുറവാണ്. ദേ ആർ വേർഡ്സ് ദാറ്റ് സിഗ്നൽ ഹൗ കോണ്ടന്റ് വേർഡ്സ് റിലേറ്റ് ടു ഈച്ച് അതർ ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ ഫങ്ഷൻ ക്ലാസ് വേർഡ്സിന് ഗ്രമാറ്റിക്കൽ ദൗത്യമാണ് സെൻറ്റൻസിലുള്ളത്. ഓക്കെ, ഫോം ക്ലാസ് വേർഡ്സ് അഥവാ കോണ്ടന്റ് വേർഡ്സ് എങ്ങനെയെല്ലാമാണ് പരസ്പരം റിലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് കാണിക്കാനാണ് ഈ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് അഥവാ സ്ട്രക്ചർ വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്, ഈ ക്ലാസ്സിൽ പെടുന്നതെന്ന് നോക്കാം. അതായത് ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് അഥവാ സ്ട്രക്ചർ വേർഡ്സ് എന്ന ക്ലാസ്സിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രപ്പോസിഷൻസ്, പ്രോനൗൺസ്, ഡിറ്റർമിനേഴ്സ്, ഓക്സിലറി വേർബ്സ് ആൻഡ് കൺജങ്ഷൻസ് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ പ്രപ്പോസിഷൻസ്, പ്രോനൗൺസ്, ഡിറ്റർമിനേഴ്സ്, ഓക്സിലറി വേർബ്സ് ആൻഡ് കൺജങ്ഷൻസ് ഇവയെല്ലാമാണ് ഈ രണ്ടാമത്തെ ക്ലാസ്സായ ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് അഥവാ സ്ട്രക്ചർ വേർഡ്സ് എന്ന കാറ്റഗറിയിൽ, ഗ്രൂപ്പിൽ, ക്ലാസ്സിൽ പെടുന്നത്. ഓക്കെ, ഇനി ട്രഡീഷണൽ ഗ്രമേറിയൻസ്, ഓക്കെ, പഴയകാല ഗ്രമേറിയൻസ് ഈ ഫങ്ഷൻ ക്ലാസ് വേർഡ്സിനെയും ഫോം ക്ലാസ് വേർഡ്സിനെയും എല്ലാം ഒരുമിച്ച് ഒരൊറ്റ
ഐറ്റത്തിലായിരുന്നു പെടുത്തിയിരുന്നത്. അതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി നമുക്ക് എന്തെല്ലാമാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുന്നതെന്ന് നോക്കാം. 1 നൗൺസ്, 2 പ്രോനൗൺസ്, 3 ആഡ്ജക്റ്റീവ്സ്, 4 വേർബ്സ്, 5 ആഡ്വേർബ്സ്, 6 പ്രപ്പോസിഷൻസ്, 7 കൺജങ്ഷൻസ്, 8 ഇൻ്റർജെക്ഷൻസ്, 9 ഡിറ്റർമിനേഴ്സ് ഓർ ആർട്ടിക്കിൾസ്. ഇതെല്ലാം ചേർന്നതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇനി നമുക്ക് ഫോം ക്ലാസ്സസും ഫങ്ഷൻ വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഫോം ക്ലാസ്സസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. ദേ ഹാവ് റീസണബിളി ക്ലിയർ ലെക്സിക്കൽ മീനിങ്. ഫോം ക്ലാസ്സസിന് വ്യക്തമായ ലെക്സിക്കൽ മീനിങ് ഉണ്ട്. അതായത് ഇവയുടെ എല്ലാം അർത്ഥം ഡിക്ഷണറിയിൽ ലഭ്യമാണ്. അടുത്തത്, ന്യൂ വേർഡ്സ് ആർ ആഡഡ് ടു ദ ഫോം ക്ലാസ്, ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സെറ്റ്. ട്രാൻസ്ലേഷൻ ഈസ് പോസിബിൾ ഫോർ ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഇനി നമുക്ക് ഫങ്ഷൻ വേർഡ്സിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദേ ഡു നോട്ട് ഹാവ് ലെക്സിക്കൽ മീനിങ്. ഫങ്ഷൻ വേർഡ്സിന് ലെക്സിക്കൽ മീനിങ്, വ്യക്തമായ അർത്ഥമില്ല. ദേ ആർ എ ക്ലോസ്ഡ് സെറ്റ്. അതുകൊണ്ട് തന്നെ നോ ന്യൂ വേർഡ്സ് ക്യാൻ ബി ആഡഡ്. പുതിയ വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ട്രാൻസ്ലേഷൻ ഈസ് ഡിഫിക്കൽട്ട് വിത്ത് ഫങ്ഷൻ വേർഡ്സ്. ഫങ്ഷൻ വേർഡ്സിൻ്റെ ട്രാൻസ്ലേഷൻ വിഷമകരമാണ്. ഓക്കെ, അപ്പോൾ ഇവയെല്ലാമാണ് ഫോം ക്ലാസ്സസിൻ്റെയും ഫങ്ഷൻ വേർഡ്സിൻ്റെയും ഡിഫറൻസസ്. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ചിലെ എല്ലാ ഐറ്റംസും എൻ്റെ മറ്റു വീഡിയോകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വീഡിയോ കേട്ട് ആ ഐറ്റംസ് എല്ലാം പഠിക്കാവുന്നതാണ്. കാരണം ഇവയെല്ലാം മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ട ഐറ്റംസാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.